എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സതീഷ് കൃഷ്ണമൂർത്തിയാണ്. അദ്ദേഹം തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർക്കിടയിലെ ഒരു അസ്ട്രോളജറും ഒരു സ്പിരിച്വൽ ഒരു 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 ഗൈഡും ഒക്കെയാണ് അദ്ദേഹം. അതുപോലെ സ്പിരിച്വൽ ഗൈഡ് ആയിട്ടുള്ള ആളുകൾക്കും അസ്ട്രോളജർക്കും ഇടയിലുള്ള ഒരു ഡോക്ടറുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വളരെ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഒരു അതിഥിയായിട്ട് കിട്ടി. നമസ്കാരം. ഞാൻ അങ്ങേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടാണ്. അപ്പോൾ അങ്ങ് എഴുതിയൊരു പുസ്തകം അന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വായിച്ചു. അപ്പോൾ എന്താണ് അങ്ങയുടെ സങ്കല്പത്തിൽ ശിവൻ എന്താണ്? ശിവനാണ് ഓൾ എൻകംപാസിംഗ് ആയിട്ട്. ഈ ഹിന്ദു മിത്തോളജി, പുരാണം ഒക്കെ എടുത്താലും എൻ്റെ അവസാനത്തെ പോയിന്റ് എത്തി നിൽക്കുന്നത് എപ്പോഴും ആസ് എവരി വൺ നോസ് പരാശിവ, അപരശിവ, ആ ലെവലിലേക്കാണ്. നമ്മൾ ആ ലെവലിലേക്ക് ആരും പോകുന്നില്ല. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോംസിലാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ സെൻസസിൽ കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോംസ്. ബിയോണ്ട് ദാറ്റ് ഇമ്പോസിബിൾ ആണ്. ഇത് ആക്ച്വലി ഞാൻ എഴുതാൻ കാരണം എൻ്റെ ഒരു നെയ്ബറായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഷി വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ അന്ന് വളരെ കോമൺ ആയിട്ടുള്ളൊരു 3 പാർട്ട് നോവൽ സീരീസ് ഉണ്ടായിരുന്നു അബൌട്ട് ശിവ. അപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ പോലും ഇതാണ് ശിവയുടെ ഒറിജിനൽ ഹിസ്റ്ററി എന്ന് ധരിച്ചിരുന്നു. അന്ന് ഐ ഗോട്ട് വെരി ആംഗ്രി. ദി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഹൂ ഇസ് ശിവ, ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ശിവ. ശിവത്വം എന്ന് പറയുന്നത് ഒരു ഗ്രേഡാണ്, മോർ ദാൻ എനിത്തിങ്. പെർസോണിഫൈ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതിൻ്റെ അമൂർത്ത ഭാവത്തിൽ, അതായത് ലിംഗ ഫോമിൽ മാത്രമാണ് എല്ലായിടത്തും ആരാധിക്കുന്നത്. വളരെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഫോം ആയിട്ടുള്ള ശിവനെ പ്രാർത്ഥിക്കാറുള്ളത്. ബേസിക് റീസൺ ഈസ് യു കനോട്ട് ഡിഫൈൻ ഹൂ ഇസ് ശിവ, യു ക്യാൻ ബിക്കം ശിവ. സാലോക്യം, സാരൂപ്യം, സാമീപ്യം ഒക്കെ വരുന്നത് നിങ്ങളായിട്ട് മാറുകയാണ്. ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റത്തില്ല. തമിഴിൽ ശൈവ സിദ്ധാന്തം പറയുന്ന പോലെ കണ്ടവർ മിണ്ടതില്ലേ, മിണ്ടവർ കണ്ടതില്ലേ. സോ നമ്മൾ സംസാരിക്കുന്നിടത്തോളം കാലം യു ഡോണ്ട് നോ ഹൂ ഇല്ല. The question is, the paradigm shift should be in asking the question. That is, it's not who is Shiva. ആരാണ് ശിവൻ എന്നല്ലാതെ what is Shiva. I think that is where the journey started. And അങ്ങനെ പിന്നെ എഴുതി and it went off. That's what happened actually. The concept of Shiva എന്ന് പറയുന്നത്, നമ്മളൊക്കെ ശിവന്റെ അമ്പലത്തിൽ പോകുന്നെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടെമ്പിൾസ് കാലകാലമായിട്ടുള്ള കാശി വിശ്വനാഥനാണ്. ആൻഡ് അന്നും ഇന്നും ഒരേ പോലെ തന്നെയും പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ക്ഷേത്രം കാശി വിശ്വനാഥനാണ്. ആൻഡ് ദാറ്റ്സ് എ റീസൺ ഫോർ ഇത്, ബിക്കോസ് ദാറ്റ് സപ്പോസ് ടു ബി ദ സെൻട്രൽ പില്ലർ ഓഫ് ഹിന്ദു സിവിലൈസേഷൻ, എസ്പെഷ്യലി ഇൻ ഭാരതവർഷ. സോ അതുകൊണ്ടാണ്. ബട്ട് ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും കൂവളം കൊടുക്കുമ്പോഴും ധാര ചെയ്യുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ 3/4 എന്തുകൊണ്ട് സർക്കംആംബുലേറ്റ് ചെയ്യുന്നു, ഫുൾ ചെയ്യുന്നില്ല? ഇതൊക്കെ നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട്. അത് ലിവ്ഡ് റിലിജനാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഇന്നും ലൈവായിട്ടുള്ളതാണ്, ലിവ്ഡ് റിലിജനാണ്. അത് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന തിയറി മനസ്സിലാക്കാതെ തന്നെയും ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അടുത്ത പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതൊക്കെ വായിക്കണമെങ്കിൽ യു ഹാവ് ടു റീഡ് ലിംഗപുരാണം, ശിവപുരാണം, ഒരുപാട് ശൈവ സിദ്ധാന്തം. കാശ്മീരി ശൈവസം എന്ന് പറയുന്ന ഒരു വളരെ ഡിഫിക്കൽട്ട് നട്ട് ടു ക്രാക്ക് ആണ് ആർക്കായാലും. ഈ ഡോക്ട്രിൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒക്കെ തന്നെയും. അപ്പോൾ ഇതൊക്കെ സമ്മറൈസ് ചെയ്ത് എവിടെയെങ്കിലും ഒരു പോയിന്റർ കിട്ടാനായിട്ട്, ദാറ്റ് വാസ് ദ ഹോൾ ഐഡിയ. ഒരു ബുക്കിലൊന്നും ശിവനെ പറ്റി ഒന്നും എഴുതാൻ പറ്റത്തില്ല. ബട്ട് പ്രോബ്ലം ഈസ് 4 വോളിയം ഓഫ് ലിംഗപുരാണം വായിക്കാനായിട്ടോ അല്ലെങ്കിൽ അനദർ 4 വോളിയം ഓഫ് ശിവപുരാണം വായിക്കാനായിട്ടോ ഈ കാശ്മീരി ശൈവസത്തിന് എല്ലാവർക്കും അതിനുള്ള ക്ഷമയോ അതിനുള്ള ടൈമോ കിട്ടത്തില്ല. So this was just a pointer that these are the things. അതുപോലെ തന്നെ 32 ഫോംസ് ഓഫ് ശിവ എഴുതിയിട്ടുണ്ട്. സോ ഈ ഫോംസിനെ പറ്റിയ സമ്മറി. ഇപ്പം എന്താണ് ഭൈരവൻ, ഇതിൻ്റെയൊക്കെ ഫുൾ തന്ത്രവും അതുമൊക്കെ പോകണമെങ്കിൽ ഒരു ലൈഫ് ടൈം എടുക്കേണ്ടി വരും ഓരോന്നിനും. ബട്ട് ജസ്റ്റ് എ സമ്മറി. നിങ്ങൾ ഭൈരവൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഈ രുദ്രനും മഹാശ്വരനും സെയിം ആണ്. മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ശിവ രുദ്രനും ഒന്നാണെന്ന്. അങ്ങനെയല്ല. ശിവ ഇസ് സപ്പോസ് ടു ബി ദ പീസ്ഫുൾ ഫോം. ആൻഡ് ഇവരുടെ ഡിഫറെൻറ്റ് ഫംഗ്ഷനാണ്. ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ പോലെ ഈ 5 ഫോംസിനും 5 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അതിൽ അനുഗ്രഹം മാത്രമാണ് ശിവൻ. ദാറ്റ് ഇസ് ഹിസ് എക്സ്ക്ലൂസീവ് പവർ. ബാക്കി തിരോധാനം, ക്രിയേഷൻ ഓർ സർഗം, ഓൾ ദീസ് തിങ്സ് ആർ ഡിവൈഡഡ് അമംഗ് അതേഴ്സ്. സോ ഇവരൊക്കെ കാണാനായിട്ട് ഒരുപോലെ ഉണ്ടെങ്കിലും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. അവരുടെ പുരാണംസ് അതൊക്കെ തന്നെയും ഡിഫറെൻ്റ് തന്നെയാണ്. സോ ഇതൊരു ഓവറോൾ വ്യൂ കൊടുക്കാനായിട്ട് എൻ്റെ ഫിലോസഫി, ഈ ഫോംസ് എവിടെ കൂടുതൽ വായിക്കാം എന്നുള്ളത് മാത്രമേ ഐ വാസ് തിങ്കിങ്. ജസ്റ്റ് എ സ്മോൾ ഹാൻഡ് ബുക്ക്. ദാറ്റ് വാസ് വാട്ട് ഐ ഇൻറ്റൻഡഡ്.
ഡോക്ടർ 18 സിദ്ധന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേര് മഹാദേവന്റെയാണ്. എന്തുകൊണ്ടാണ് ഇവര് ശൈവരായി മാറാനുള്ള ഒരു I think ultimately everyone is Shaivite. ഈ ഫൈറ്റ്സ് ഓഫ് വൈഷ്ണവൈസ് ബിറ്റ്വീൻ Shaivites, Vaishnavites that happened in തമിഴ്നാട് അതൊരു എപ്പിസോഡ് മാത്രമാണ്. നിങ്ങളുടെ ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുമ്പോൾ അവരെ തന്നെ കംപ്ലീറ്റ്ലി ആരാധിക്കണം എന്നുള്ളത് വെസ്റ്റേണേഴ്സിന് അധികം മനസ്സിലാകാത്തൊരു കോൺസെപ്റ്റാണ്. ഈവൻ മാക്സ് മുള്ളറിന് പോലും കാനറ്റോതീസം എന്നൊക്കെ പുള്ളി അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളിപ്പോൾ ഗണപതിനെ ആണെങ്കിൽ ഗണപതി തന്നെയാണ് സർവം എന്ന് അതിലെഴുതും. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേക്കും സ്കന്ദപുരാണം എടുക്കുകയാണെങ്കിൽ സ്കന്ദനാണ് എല്ലാം. ഇനി ദേവിയുടെയൊക്കെ പോവുകയാണെങ്കിൽ ദേവി പറയും. സോ ദിസ് ഇസ് സംതിങ് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റിൽ മോണോതിയസത്തിൽ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. വെർ യു ഹാവ് വൺ സുപ്രീം ഗോഡ്. ഇവിടെ അങ്ങനല്ല. എവരി വൺ അൾട്ടിമേറ്റ്ലി മർജസ്. ഈ മർജ് ചെയ്യുന്ന സ്ഥലം ഈസ് ഐ എം നോട്ട് എ യോഗി. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഡിഫിക്കൽട്ടാണ് പറയാൻ. സ്മോൾ എക്സ്പീരിയൻസസ് ഉണ്ടാകാം, ബട്ട് ഐ എം നോട്ട് ഇൻ എനിവെയർ നിയർ. ബട്ട് ഇതൊക്കെ വന്ന് ചെയ്യുന്ന ഒരു പോയിന്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഈ ബിന്ദു ശിവൻ തന്നെയാണ്. അതിൻ്റെ അതിൽ തന്നെ ഉള്ള സെൻട്രിഫ്യൂഗൽ ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഫ്രാക്ടൽ തിങ്. ഒന്നിൻ്റെ മുകളിൽ അകത്താണോ പുറത്താണോ കാണുന്നത് എന്ന് 2 സ്ക്വയർ വരച്ചിട്ട് ആൾക്കാർ പണ്ട് പറയുന്ന പോലെ ഇത് ഡെപ്തിലേക്ക് പോകുന്നതാണോ അതോ മുകളിലേക്ക് വരുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിരമിഡ് പോലെ മുകളിലേക്ക് വരുന്നതാണോ എന്ന് പ്ലാനാർ ഇതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഡയമെൻഷനിൽ നിന്ന് നമ്മുടെ ലിമിറ്റഡ് ഫെസിലിറ്റി വെച്ചിട്ട് ഫാക്കൽറ്റീസ് വെച്ചിട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഡിഫൈൻ. ബട്ട് ഇതിൻ്റെ ഒക്കെ തന്നെയും എല്ലാത്തിൻ്റെയും എസൻസ് വിൽ ഓൾവേസ് ബി ശിവ ട്രൂ. ദാറ്റ് ഇസ് വൈ എല്ലാം മഹാദേവൻ എന്ന് പറയാൻ കാരണം അതായത് ദേവന്മാരുടെ എല്ലാം മുകളിൽ മഹാ എന്ന് പറയുന്ന ആ വേർഡ് റൂട്ട് വേർഡ് തന്നെ it comes according to one of the astrologer. Makham nakshatram is also connected with this root word maha. So you find all words which are larger than life in English or Indo-Aryan language in maha, magnificent, magnanimous, magnify. ഇതൊക്കെ തന്നെയും ഈ റൂട്ട് വേർഡിൽ നിന്ന് മഹ എന്ന് പറയുന്ന റൂട്ടാണ്. മക നക്ഷത്രവും കുറച്ച് അങ്ങനെയാണ്. ഇറ്റ്സ് ഓൾവേസ് എ നക്ഷത്രം വിച്ച് ഡിമാൻഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റെസ്പെക്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ മഹാദേവ എന്ന് പറയുന്നത് ദേവനിലും വലുത്. സെയിം തിങ്. ദി കാലന്റെ കൂടുതലായതുകൊണ്ടാണ് മഹാകാല എന്ന് പറയുന്നത്. ടൈമിൻ്റെയും വെളിയിലിരുന്നിട്ട് ആരെങ്കിലും നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓൺലി മഹാകാലാണ്. സോ ഈസ് ഔട്ട്സൈഡ് ഈ പഞ്ചകഞ്ചുകാസ് ഓഫ് ടൈം, ഓഫ് അറ്റാച്ച്മെന്റ്, എവറിത്തിങ് വിച്ച് മേക്സ് എ പേഴ്സൺ സ്മോൾ, ഡിഫൈൻഡ്, ലിമിറ്റഡ്. whereas Shiva is beyond that. He is like outside the game. And നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു റിയലി വാണ്ട് ടു നോ യു ഹാവ് ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ദ ഗെയിം. അതിനാണ് അനുഗ്രഹം. ദാറ്റ് ഇസ് ഗ്രേസ്. അത് നിങ്ങളുടെ എഫേർട്ട് വെച്ചാൽ കിട്ടത്തില്ല. ദാറ്റ് ഹാസ് ടു കം ത്രൂ എ ഗുരു. ദാറ്റ് ഹാസ് ടു കം അൾട്ടിമേറ്റ്ലി ബൈ എ ബ്ലെസ്സിങ്. എഫേർട്ട് അല്ല. എഫേർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ബിയോണ്ട് ദാറ്റ് ദ ഗുരു വിൽ കം ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് നമ്മുടെ ഒരു അവകാശമല്ല, അത് ശരിക്കും ഇല്ല, അനുഗ്രഹമാണ്. ഔദാര്യം മാത്രമാണ്. ഇല്ല, ഔദാര്യമാണ്. ദിസ് ഇസ് വാട്ട് ഇൻ വെസ്റ്റേൺ കോൺസെപ്റ്റ് ദേ കോൾ എസ് എ ഗ്രേസ് ഓൾസോ. സെയിം ഐഡിയ ദാറ്റ് ഇറ്റ് ഇസ് ഗ്രേസ്. അത് ഡിഫൈൻ ചെയ്യാനായിട്ടോ ഈ വെബില് ദാറ്റ് ഇസ് വൈ ഈസ് ജാലന്ധരൻ. ദാറ്റ് ഇസ് ഈസ് ക്രിയേറ്റ്സ് എ വെബ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പലപ്പോഴും ചെയ്യുമ്പോൾ ഞാനിപ്പോ രാജേഷിനെ പോയി ഒരു അടി തരികയാണെങ്കിൽ നിങ്ങൾക്കത് ഡിസേർവിംഗ് ആയിട്ട് ഞാൻ പണ്ട് തന്നെ രാജേഷ് അടിച്ചതിന്റെ ബാക്കിയാണ്. അത് പുതിയൊരു കർമ്മം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഐ ഹാവ് നോ റിയൽ തിങ് ടു മേക്ക് എ കൺക്ലൂഷൻ. പറ്റത്തില്ല. അതെ. ഇനി ഇത് ഒരുമിച്ച് നടക്കുന്നതാണോ, ഡിഫറെന്റ് ടൈം സ്പേസ് ഉണ്ടോ, ഇറ്റ്സ് ആർ ഓൾ വെരി ഡിഫിക്കൽട്ട് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ്. ബുദ്ധൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഈസി. ഇതിലൊന്നും ടൈം അധികം വേസ്റ്റ് ആയിരിക്കുന്നത്. യു ഡു വാട്ട് ഇസ് റിക്വയർഡ് നൗ. ഇപ്പോഴത്തെ ഹോംവർക്ക് ചെയ്തിട്ട് പോവുക. ഇതിന്റെ ടൈം കംസ് ഇറ്റ് വിൽ ബി റിവീൽഡ്. കൈലാസം എപ്പോഴും ശിവന്റെ ആരൂഢമായിട്ടും ഒക്കെ കണക്കാക്കാറുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ കൈലാസത്തിന് ഇത്ര ഒരു കൈലാസം is supposed to be the temporal, but ഇതിന് ഒരുപാട് തിയറീസ് ഉണ്ട്. പീപ്പിൾ ലൈക്ക് ഇൻ ഏൻഷ്യന്റ് ഏലിയൻ തിയറി അത് ഏലിയൻസ് ആയിട്ട് ഡിഫൈൻഡ് ആണ്. അവിടെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഉണ്ടോ, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. നോ വൺ ഹാസ് ബീൻ ഏബിൾ ടു ഗോ ദെയർ ആൻഡ് റിയലി ഇൻവെസ്റ്റിഗേറ്റ് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സൂപ്പർ എന്ന് പലരും പറയുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ നോ വൺ ഹാസ് റിയലി ഗോൺ ദെയർ.
പോകുന്നവരാരും അങ്ങനെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാറുമില്ല. ഇറ്റ് റിമെയിൻസ് എ മിസ്റ്ററി. സോ അതങ്ങനെ തന്നെ ഇരിക്കണം. ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ഇറ്റ്സ് തിരുവണ്ണാമലയിൽ ഡിഫറെന്റ്. നിന്ന് കൈലാസത്തിലേക്ക് സെയിം ഒരു സെയിം എൻട്രി ഉള്ളതായിട്ടും സെയിം. തിരുവണ്ണാമല രമണ മഹർഷി പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ ഇതൊക്കെ പോർട്ടൽസ് ആകാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡയമെൻഷൻസിനൊക്കെ വേറെ ഡയമെൻഷൻസിനൊക്കെ പോകാനായിട്ടുള്ള പോർട്ടൽസ് ആകാനായിട്ട് ഇപ്പോൾ മാച്ചു പീച്ചു ഉണ്ട്. These are all supposed to be portals, areas of high energy, where if you are vibrating at such a level, by invitation, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇൻവൈറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. വെസ്റ്റേൺ ഇതിൽ ഇഫ് യു ഗോ ടു മെനി ഓഫ് ദ കോൺസ്പിറസി സൈറ്റ്സ് ദേ കോൾ ഇറ്റ് ആസ് എ സ്റ്റാർ ഗേറ്റ് തിയറി. സ്റ്റാർ ഗേറ്റ് കിഡ്സ് ഇതൊക്കെ ഉണ്ട്. അവരുടെ ഐഡിയാസാണ്. അഗൈൻ ദീസ് ആർ ഓൾ ഇൻ ദ റെലം ഓഫ് കൺജക്ചർ. നമുക്ക് സ്പിരിച്വൽ ഇതിലൊന്നും ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ പലരും ദേ ഫീൽ ഇമോഷണൽ, ദേ ഫീൽ സ്പിരിച്വലി ഷെയ്ക്കൺ അപ്പ്, ഇതൊക്കെ ഉണ്ടാവും. സോ മേ ബി ഇറ്റ്സ് എൻ ഏരിയ വെയർ യു ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എനർജി ആൻഡ് ഹെൽപ്പ് ഇൻ യുവർ പ്രോഗ്രസ്. അത് ആ മനസ്സിനോടുകൂടെ തന്നെ പോകണം. അതുകൊണ്ടായിരിക്കും മേ ബി ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇൻക്ലൂഡിങ് ശബരിമല വ്രതം എടുത്ത് പോകണമെന്ന് പറയുന്നത്. അല്ല നോർമലായിട്ട് പോയിട്ട് അവിടെ പോയി ചോദിക്കാനുള്ള കാര്യങ്ങളല്ല അതൊന്നും. Only if you are, there are a lot of other Shastra temples where you can go and get material things. Places which are defined. ഇപ്പോൾ ഇത് ആര് ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പേർട്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നാച്ചുറലി ഇഫ് യു ആർ സംതിങ് ലൈക്ക് ഹൈസൻബർഗ്, നിങ്ങൾക്ക് അതിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവിടെ പോയിട്ട് യു കനോട്ട് ആസ്ക് അബൌട്ട് സോഷ്യോളജി. ഇത് സെയിം തിങ്. നമ്മളെപ്പോഴും നമ്മളെങ്ങോട്ട് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുന്ന അത് പ്രമാണമായിട്ട് എടുക്കുന്നുണ്ട്. ശബ്ദപ്രമാണം, ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്ന് വെസ്റ്റേൺ എപ്പിസ്റ്റമോളജിയിലൊക്കെ പറയാറുണ്ട്. സെയിം തിങ്. മോസ്റ്റ് ഓഫ് ദ തിങ്സ് വി ഫോളോ ഇസ് ബിക്കോസ് നമ്മളെങ്ങാട്ട് അറിവുള്ളവർ പറയുന്നുണ്ട്. ഫോർ ദ ടൈം വി ടേക്ക് ഇറ്റ് ആസ് എവിഡൻസ്. ഇതും പോർട്ടൽസ് ആണെന്നും പറയപ്പെടുന്നു. കുഡ് ബി. ഡോക്ടർ ശരഭമൂർത്തി, ശിവന്റെ തന്നെ ഒരു അവതാരം, അതിനെ പറ്റിയിട്ടൊന്നും? അല്ല, രണ്ട് വേ ഉണ്ട്. ഒന്ന് മേ ബി ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഹിസ്റ്റോറിക്കൽ. അല്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു ഫോം ദാറ്റ് ഇൻവോൾവ്സ് എവറിത്തിങ്, ഒരു ഓൾ പവർഫുൾ ഫോം ശിവന്റെ ഉണ്ടാകാനായിട്ട് എല്ലാ മിത്തോളജിയിലും അതുണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ ദേവിക്ക് വി കൺസിഡർ ആസ് പ്രത്യങ്കര. ഇറ്റ്സ് എ സിമിലർ തിങ്. ഇപ്പൊ ശരഭമൂർത്തി ആക്ച്വലി അവർ പറയുന്നത് ഇത് എത്രത്തോളം എന്താ പറയുന്നത്, ശരിക്കുള്ള പുരാണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിന് കുറച്ചൊരു ഷൈവൈറ്റ് വൈഷ്ണവൈറ്റ് ട്രഡീഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടോയെന്നും നോക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് വെൻ നരസിംഹമൂർത്തി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ തന്നെയും ഹൈപ്പർ ഈഗോ ആയിട്ട് വരുമ്പോൾ ദേവിക്കും ആ പ്രോബ്ലം ഉണ്ട്. ദെൻ ആരും ഇത് കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. സോ നരസിംഹമൂർത്തി ഈ ഹിരണ്യകശിപുവിനെ സംഹാരം ചെയ്തതിന് ശേഷം ഹി വാസ് ഓൾസോ ഒരു ഈഗോ അല്ല, അതിൻ്റെ മുകളിലുള്ളൊരു സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് ഹി ഈസ് എവറിത്തിങ് ഇൻ യൂണിവേഴ്സ്. സോ ഇതൊരു അക്സെപ്റ്റബിൾ പ്രൊപ്പസിഷൻ അല്ല ഇൻ ദ ഹോൾ സ്കീം ഓഫ് തിങ്സ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ പ്രോബ്ലം ഉണ്ടാവും. വിഷ്ണുയുടെ ജോലി അതല്ല. ഇറ്റ്സ് മോർ ലൈക്ക് എ മെയിൻ്റനൻസ് മാൻ. സോ എങ്ങനെ പുള്ളിയെ തിരിച്ച് ശാന്തമാക്കി എന്നുള്ളതിന് പല തിയറീസ് ഉണ്ടല്ലോ. ഇഫ് യു ലുക്ക് അറ്റ് റിയലി വൈഷ്ണവൈറ്റ്സ്, അവർ മിക്കവാറും പറയാറുള്ളത് ലക്ഷ്മി വന്നു അല്ലെങ്കിൽ പ്രഹ്ലാദിനെ മടിയിലിരുത്തി നരസിംഹമൂർത്തി ശാന്തനായി ആൻഡ് ഹി ബിക്കെയിം നൗ. On the other hand, that means that you are giving some sort of this thing that ultimately Narasimhamurti aanattu, but he decided himself, Prahlad request മൂലം. The other theory is that ശിവ ഇത് കണ്ടിട്ട് ഈ സ്റ്റെബിലിറ്റി വരാനായിട്ട് പുള്ളി ശരഭമൂർത്തിയുടെ രൂപം എടുക്കുകയും നരസിംഹനെ മുകളിൽ കൊണ്ടുപോയിട്ട് he had wings ഫ്ലാപ്പ് ചെയ്തിട്ട് പുള്ളി താഴെ വീണിട്ട്, and when he regained consciousness, Vishnu completely ശാന്തനായി and he gave his reverence and respects to ശരഭമൂർത്തി. അപ്പോൾ അത് എല്ലാ സെക്ട്സും അംഗീകരിക്കുമെന്ന് ചോദിച്ചാൽ it will have its own problems. വൈഷ്ണവർ സമ്മതിക്കില്ല. May not be. So that's actually ശരഭമൂർത്തി. All you can say is that just like the fiercest forms of Shiva, ഇതും ഒരു ഭയങ്കര ഫിയേഴ്സ് ഫോമാണ്. ഈവൻ ഫോർ എനിമീസിനെ ഡീൽ ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ. പക്ഷിയായിട്ടാണ് സങ്കല്പം. പക്ഷി ആൻഡ് വിത്ത് ലോട്ട് ഓഫ് അതർ അനിമൽസിൻ്റെ പാർട്സും
ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോമ്പസിറ്റ് ഇമാജിനേറ്റീവ് ഫിഗർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോട്ട് എക്സാക്ട്ലി എക്സാക്ട്ലി 4 or 5 പാർട്സ് ആയിട്ട് കോമ്പസിറ്റ് ആയിട്ടുള്ളൊരു മൂർത്തിയായിട്ടാണ് ശരഭമൂർത്തിനെ കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് വൺ ഓഫ് ദ മോർ ഫിയേഴ്സ് ഫോംസ് ഓഫ് ശിവ. ഡോക്ടർ വാസുകിയുടെ കോൺസെപ്റ്റ് എന്താണ്? വെൽ, വാസുകി റിയലി നമ്മൾ ശിവയാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ നാഗാസ് കോൺസെപ്റ്റ്. നാഗാസും സർപ്പാസും ഡിഫറെൻ്റ് ആണ്. നാഗാസ് ആർ നോട്ട് റിയലി സർപ്പാസ്. Now, if you look at the Western concept, most of them will consider it as reptilians. ഇവരൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേസ് ആണോ, ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ നിന്നുള്ളതാണോ, വി ആർ നോട്ട് ഷുവർ. All we can say is that they are very powerful people. There is a lot of conspiracy theory. വെസ്റ്റിൽ എന്താന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തുണ്ടെന്നും അവർ പൊളിറ്റിക്സിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ബട്ട് നാഗാസ് ആണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വിസ്ഡം, അൾട്ടിമേറ്റ് വിസ്ഡം കൊടുക്കുന്ന ഒരു എന്തുവാണായിക്കോട്ടെ, ദേവതകളെന്നോ റൈസ് എന്തുവാണ് പറഞ്ഞോളൂ, അതിപ്പോഴും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈവൻ നാഗാർജുനക്ക് ഫൈനലായിട്ടുള്ള ഒരുപാട് ഇത് കൊടുത്തത് നാഗാസ് ആണെന്ന് ഒരു മിത്തോളജിയിൽ ഉണ്ട്. ഇത് പലയിടത്തും ഇങ്ങനെ കാണാൻ പറ്റും. വാസുകി ഈ 8 ലെവൽ ഓഫ് ഓരോന്നിനും ഓരോ നാഗങ്ങളുണ്ട്. മേ ബി ദ ഫസ്റ്റ് വൺ ലെവലാണ് കാളിയ ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ കൃഷ്ണൻ നെവർ കിൽസ് ഇറ്റ്. He allows it to go because ഈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിന്റെ ഭാഗമാണ്. He was creating problem, so he could have, Krishna is supreme ഭഗവാനാണ്. But എന്നാൽ പോലും he just allows himself with his wives and others to move away so that his people can be safe. There is a reason for that. ഇപ്പോൾ ഓരോ ലെവലിലും ഈ അഷ്ടനാഗങ്ങളുടെ പ്രസൻസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെയാണ് വാസുകി. ആൻഡ് പുള്ളീനെയാണ് കൊണ്ടുവന്നിട്ട് പിന്നെ മേരുവിൽ ഉപയോഗിച്ചതെന്നും ഹി ഹെൽപ്ഡ്. ആൻഡ് ആർക്കും പുള്ളിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഫൈനലി ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഹിംസെൽഫ് വാസ് ശിവന്റെ ബലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് വാസുകി എന്ന് പറയുന്നത്. ഇതേ തന്നെയാണ് ഈ നാഗങ്ങളും. വൺ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഇപ്പോൾ ആരാധിക്കുമ്പോൾ രാജേഷി ഒരുപാട് യു ആർ ഡൺ ഓൺ നാഗംസ്, അവർക്ക് ഇമോഷണൽ കണക്ട് കുറവാണ്. സോ ദാറ്റ് ഇസ് വൈ പലപ്പോഴും വൺ ഹാസ് ടു ബി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ദം. ബാക്കി ദേവതകൾക്ക് ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിലും നാഗാസിന് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ട് വരാറില്ല. റോ എനർജി എന്ന് വേണം പറയാനായിട്ട്. സോ ദാറ്റ് ഇസ് വൈ നിങ്ങൾ അറിയാതെ ചെയ്തു, ഇതൊന്നും ഈ സർപ്പക്കാവില് അലോഡല്ല. And it will have repercussions. Devadagal may help you, if you are otherwise. But തന്ത്രം അറിയുന്നവർക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. But you have to be a little more extra careful with dealing with nagas, sarpas. എന്ത് ചെയ്താലും പ്രസാദിക്കുകയില്ല, വലിയ പാടാ പ്രസാദിക്കുക. But ചെയ്തു കഴിഞ്ഞാൽ you will get raw energy. Real energy you will get, but you have to be careful. അവിടെ ഞാൻ പറയാറുള്ളത്, ഇറ്റ്സ് ലൈക്ക് electricity കാരണം we get all these things, but doesn't mean that you go and touch a point without sufficient protection. I love electricity എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം it doesn't help. But on the other hand, if you are able to utilize it in a proper way, then you get different things, AC, fan, mic, everything.